Hello guys, bills in Parliament, Ordinary Bill and Money Bill, Article 107 to 111 വരുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷനാണ്. അതിൽ പറയുന്നത് ബില്ല് എന്നാൽ പ്രപ്പോസ്ഡ് ലോൻ്റെ ഡ്രാഫ്റ്റാണ്. പാർലമെൻറ്റ് പാസ് ചെയ്ത് പ്രസിഡൻറ്റ് ആസെൻ്റ് കൊടുത്താൽ അത് ആക്റ്റ് ആക്കും. ബിൽസ് മെയിൻലി ആയിട്ട് രണ്ട് ടൈപ്പാണ്, ഓർഡിനറി ബില്ലും മണി ബില്ലും. പ്രൊസീജിയേഴ്സ് ആർട്ടിക്കിൾ 107 to 111 പറയുന്നുണ്ട്. ഓർഡിനറി ബില്ല് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്താണ് ഓർഡിനറി ബിൽ. ഓർഡിനറി ബിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് അല്ലാത്ത എല്ലാ ജനറൽ സബ്ജക്ട്സിനെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 107 ആൻഡ് 108 ആണ് അതിൻ്റെ ആർട്ടിക്കിൾ. ലോകസഭ അല്ലെങ്കിൽ രാജ്യസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രൈവറ്റ് മെമ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. രണ്ട് ഹൗസും ഈക്വൽ പവേഴ്സും ഉണ്ട്. ഡിസഗ്രിമെൻറ്റ് വന്നാൽ ജോയിൻറ്റ് സിറ്റിംഗ് നടക്കാം. പ്രസിഡൻറ്റ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സെൻ്റ് കൊടുക്കാം, വിത്ത് ഹോൾഡ് ചെയ്യാം, റീകൺസിഡറേഷന് തിരിച്ചയക്കാം. ഇനി അടുത്താണ് പ്രൊസീജിയർ ഓഫ് ഓർഡിനറി ബില്ല്. പ്രൊസീജിയർ ഓഫ് ഓർഡിനറി ബില്ല് പറയുന്നത് ഫസ്റ്റ് റീഡിങ്ങിൽ 3 റീഡിംഗ് ആണ്. ഫസ്റ്റ് റീഡിങ്ങിൽ പറയുന്നത് ബില്ല് ലോക്സഭയിൽ അല്ലെങ്കിൽ രാജ്യസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സെക്കൻഡ് റീഡിങ്ങിൽ ഈ സ്റ്റേജിൽ ക്ലോസ് ബൈ ക്ലോസ് ഡിസ്കഷൻ നടക്കുകയും കമ്മിറ്റിക്ക് റെഫർ ചെയ്യാം. തേർഡ് റീഡിങ്ങിൽ ഫൈനൽ ഡിസ്കഷൻ കഴിഞ്ഞ് വോട്ട് ചെയ്യും. പാസ്സായാൽ മറ്റൊരു ഹൗസിലേക്ക് അയക്കും. അത് സെക്കൻഡ് ഹൗസിലോട്ടായിരിക്കും. സെക്കൻഡ് ഹൗസ് സെയിം പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യും. പാസ് ചെയ്യും, റിജക്റ്റ് ചെയ്യും, അമെൻമെൻറ്റ് സജസ്റ്റ് ചെയ്യും. ഡിസഗ്രിമെൻറ്റ് വന്നാൽ ജോയിൻറ്റ് സിറ്റിംഗ് എടുക്കുകയും ചെയ്യും. ഇനി പ്രസിഡൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡൻറ്റ് ആർട്ടിക്കിൾ 111 ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡൻറ്റ് ആക്സെൻ്റ് കൊടുക്കാം, വിത്ത് ഹോൾഡ് ചെയ്യാം, ബിൽ റെക്കമെൻഡേഷൻ റീകൺസിഡറേഷനിൽ തിരിച്ചയക്കാം. മണി ബില്ല് അല്ല, ഓർഡിനറി ബില്ലാണെങ്കിൽ. അടുത്തതാണ് മണി ബിൽ ആർട്ടിക്കിൾ 109 to 110. ഇതിൽ പറയണത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മണി ബില്ല് ഫിനാൻഷ്യൽ മാറ്റേഴ്സിനെ മാത്രം കുറിച്ചാണ്. എക്സാമ്പിൾ ടാക്സ്, ബോറോയിങ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, കൺസോളിഡേറ്റ് ഫണ്ട്. ആർട്ടിക്കിൾ 110 മണി ബില്ല് ഡിഫൈൻ ചെയ്യുന്നു. പ്രൊസീജിയർ ഓഫ് മണി ബിൽ എന്ന് പറഞ്ഞാൽ ഇത് ഇൻട്രൊഡ്യൂസ്ഡ് ചെയ്യുന്നത് ലോകസഭയിൽ മാത്രമാണ്. പ്രസിഡൻറ്റ് റെക്കമെൻഡേഷൻ വേണം. മിനിസ്റ്റർ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യാവൂ. പിന്നെ സ്പീക്കർ സർട്ടിഫൈ ചെയ്യും, ഫൈനലാക്കുകയും വേണം. ലോകസഭ പാസ് ചെയ്യും, രാജ്യസഭ അത് അയക്കും. 14 ദിവസത്തിനുള്ളിൽ റിട്ടേൺ ചെയ്യണം. രാജ്യസഭ റെക്കമെൻഡേഷൻ മാത്രം ചെയ്യാം. ലോകസഭ അക്സെപ്റ്റ് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണം. പ്രസിഡൻറ്റ് ആക്സെൻ്റ് കൊടുക്കുകയും റീകൺസിഡറേഷനെ തിരിച്ചയക്കാനും പറ്റില്ല. ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി ആൻഡ് മണി ബില്ല്. ഓർഡിനറിയിൽ പറയുന്നത് ജനറൽ സബ്ജക്ട്സ് ആണ്. മണി ബില്ലിൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആണ്. ആർട്ടിക്കിൾ 107 to 108 ഓർഡിനറി ബില്ലിനെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 109 to 110 മണി ബില്ലിനെ കുറിച്ചും. ഐദർ ഹൗസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്ന ഓർഡിനറി ബില്ലും ലോകസഭയിൽ മാത്രം ചെയ്യാവുന്ന മണി ബില്ലിലും. പിന്നെ മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രൈവറ്റ് മെമ്പർ ഓർഡിനറി ബില്ലിലും, മിനിസ്റ്റർ മാത്രം മണി ബില്ലിലും പറയുന്നു. പിന്നെ പ്രസിഡൻറ്റ് റെക്കമെൻഡേഷൻ വേണ്ട എന്നും ഓർഡിനറി ബില്ലിലും, പ്രസിഡൻറ്റ് റെക്കമെൻഡേഷൻ വേണമെന്നും മണി ബില്ലിലും പറയുന്നു. രാജ്യസഭ ഈക്വൽ പവേഴ്സ് ആണെന്നും ഓർഡിനറി ബില്ലിൽ പറഞ്ഞാൽ രാജ്യസഭ റെക്കമെൻഡേഷൻ മാത്രമാണെന്ന് മണി ബില്ലിലും പറയുന്നു. ജോയിൻറ്റ് സിറ്റിംഗ് പോസിബിൾ ആണെന്ന് ഓർഡിനറി ബില്ലെന്ന് പറയുന്നു. ജോയിൻറ്റ് സിറ്റിംഗ് ഇല്ല എന്ന് മണി ബില്ലിലും പറയുന്നു. പ്രസിഡൻറ്റ് റിട്ടേൺ ചെയ്യാമെന്ന് ഓർഡിനറി ബില്ലിൽ പറയുന്നു. പ്രസിഡൻറ്റ് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല എന്ന് മണി ബില്ലിലും പറയുന്നു. കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്ല് എന്നാൽ ലോൻ്റെ ഡ്രാഫ്റ്റിംഗ് ആണ്. ഓർഡിനറി ബില്ല് ജനറൽ മാറ്റേഴ്സിനെ കുറിച്ചാണ്. മണി ബില്ല് ഫിനാൻഷ്യൽ മാറ്റേഴ്സിനെ മാത്രം ഡീൽ ചെയ്യുന്നു. മണി ബില്ലിൽ ലോകസഭയ്ക്ക് കൂടുതൽ പവേഴ്സ് ഉണ്ട്. ഇത് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ സ്മൂത്ത് ആക്കാൻ വേണ്ടിയാണ്.